ഹലോ, എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ഓണം വിഷസ്. ഇന്നൊരു സദ്യ സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചടി ഇല്ലാതെ നമുക്ക് സദ്യയില്ല. സാമ്പാർ, അവിയൽ, പച്ചടി, കിച്ചടി, ഓലൻ ഇതൊക്കെയാണ് സദ്യയുടെ പ്രധാന ഐറ്റംസ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ബീട്രൂട്ട് കൊണ്ട് പച്ചടിയാണ്. ബീട്രൂട്ട് പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ ബീട്രൂട്ട് കൊണ്ടൊക്കെ പച്ചടി നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മത്തൻ, അതുപോലെ വെള്ളരി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു ഇടത്തരം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീട്രൂട്ട് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു ഇടത്തരം ബീട്രൂട്ടിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ധാരാളമാണ്. ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരയണം, കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഇനി നമ്മൾ പച്ചടി ഉണ്ടാക്കാനുള്ള ബീട്രൂട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വേവിച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഏത് കഷ്ണമായാലും കുഴപ്പമില്ല, എത്ര വലിപ്പമുള്ളതായാലും കുഴപ്പമില്ല. അത് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തു. ഒരുപാട് നന്നായിട്ട് അരയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് നന്നായിട്ട് അരയരുത്. ചെറിയ ചെറിയ പീസസ് അതിലിങ്ങനെ കടുക് മണി പോലത്തെ പീസസ് അതിലിങ്ങനെ ഉണ്ടാവണം. നന്നായിട്ട് അരഞ്ഞു പോകരുത്. അത് ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങ അരയാൻ മാത്രമുള്ള വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. ബീട്രൂട്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് അരയ്ക്കുന്നത്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ബീട്രൂട്ട് വേവിച്ചതാണെങ്കിൽ പോലും ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും അതിന്. അപ്പോൾ അത് ഈ തേങ്ങയായിട്ട് ചേർന്നിട്ട് അതൊന്ന് മാറിക്കിട്ടണം. തേങ്ങയ്ക്കും കുറച്ച് സമയം തേങ്ങ ഒന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഒരുപാട് സമയം വേവേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾ ബീട്രൂട്ട് വേവിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഈ സമയത്ത് ഇട്ടാലും മതി, കാരണം നമ്മളെല്ലാം അത്യാവശ്യം ഒന്ന് അരച്ചല്ലോ. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് തൈര് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫോർക്ക് വെച്ച് വിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മിക്സിയിലാണ് ചെയ്തത്. ഒരു 1/4 കപ്പ് ഒരു അത്യാവശ്യം ഒരു മീഡിയം പുളിയുള്ള തൈര് തന്നെ ആയിക്കോട്ടെ. ഒരുപാട് പുളി കുറഞ്ഞത് വേണമെന്നില്ല. അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം ഫ്ലെയിം കൊടുക്കരുത്. ബീട്രൂട്ട് വേവിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഒരുപാട് ലൂസായിട്ടുള്ളൊരു സംഭവമല്ല ഇത്. നമ്മൾ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പരന്നു പോകരുത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തു. ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഒരു ടേസ്റ്റാണത്. ബീട്രൂട്ട് ആകുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇടുന്നത് ഒരു ടേസ്റ്റാണ്. ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധിക സമയം പിന്നെ തീ കൊടുക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചു, വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ കറിവേപ്പില. ഇതിട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പച്ചടി റെഡിയായി. തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. പ്രത്യേകിച്ച് മൺചട്ടി ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തൈര് ഒഴിച്ച് കൊടുത്താൽ ഉടൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ വറവിടാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഇതാ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കാണാനും കൂടി ഒരു ഭംഗിയുള്ളത് കാരണം കുട്ടികളൊക്കെ പ്രത്യേകിച്ചും സദ്യ കഴിക്കുമ്പോൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് വെള്ളം ഒഴിക്കാതെ നോക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത്. കാരണം നമ്മൾ ഇലയിലാണല്ലോ സദ്യ കഴിക്കുക. അപ്പോൾ അതങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ പരന്നു പോവാത്ത രീതിയിൽ വേണം, ഒരു ചമ്മന്തി രൂപത്തിൽ വേണം ഇരിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തവണ ഓണത്തിന് ബീട്രൂട്ട് പച്ചടി ഒരു നിർബന്ധ വിഭവം തന്നെ ആയിക്കോട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്